നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദീർഘകാലം, അതായത് പതിറ്റാണ്ടുകളോളം ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ പിടിയിലായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു കശ്മീർ. സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സംസ്ഥാനത്തെ മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കാനും ഏതാണ്ട് മറ്റൊരു രാജ്യത്തെ പോലെ അവിടെ ജനങ്ങളെ ട്രീറ്റ് ചെയ്യാനുമൊക്കെ അവിടുത്തെ ഇസ്ലാമിക സംഘടനകൾക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ കശ്മീർ എന്ന സംസ്ഥാനത്ത് മറ്റു മതവിഭാഗങ്ങൾക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ പ്രവേശിക്കാനെന്നല്ല, അവിടെ സ്ഥിരതാമസം ചെയ്യാനോ അവിടെ നിന്ന് സ്ഥലം വാങ്ങാനോ മാത്രമല്ല മറ്റ് മതവിഭാഗക്കാരുടെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനോ ഇസ്ലാം വിരുദ്ധമെന്ന് അവർ പറയുന്ന പല കാര്യങ്ങളും നടത്താനോ ഒന്നും ഉള്ള അനുമതി അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ 2019 ഈ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞതോടുകൂടി കശ്മീർ സമാധാനത്തിലേക്ക് പോകുന്നു, സാധാരണഗതിയിലേക്ക് പോകുന്നു. കശ്മീരിൽ മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെ കാര്യങ്ങൾ ഭംഗിയായി നടപ്പാക്കാൻ ആരംഭിക്കുന്നു. ഇപ്പോഴിതാ കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു, പുതിയ മന്ത്രിസഭ വന്നിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം അവിടെ നടന്ന ഒരു ഫാഷൻ ഷോയാണ് വലിയ രീതിയിൽ വിവാദമാകുന്നത്. ഈ ഫാഷൻ ഷോ റംസാൻ കാലത്ത് നടത്താൻ പാടില്ലായിരുന്നു എന്ന് അവിടുത്തെ ചില മതപുരോഹിതന്മാർ പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് കശ്മീർ ഇസ്ലാമിസ്റ്റുകളുടെ സംസ്ഥാനമാണ് എന്നൊക്കെയാണ് പറയുന്നത്. കശ്മീരിൽ ഭൂരിഭാഗം പേരും ഇസ്ലാമിസ്റ്റുകളാണ്. പക്ഷേ അവിടെ പലതരത്തിലുള്ള മറ്റു മതവിഭാഗങ്ങളും ഹിന്ദുക്കളും സിഖുകാരും ക്രിസ്ത്യാനികളുമൊക്കെ അവിടെയുണ്ട്. പണ്ട് അവിടെ നിന്നും പലായനം ചെയ്ത കശ്മീരി പണ്ഡിറ്റുകളൊക്കെ കുടുംബത്തോടു കൂടി കശ്മീരിലേക്ക് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ജയന്തി അടക്കമുള്ള ആഘോഷ പരിപാടികൾ കശ്മീരിൽ നടക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലങ്ങളിലായി. പക്ഷേ ഫാഷൻ ഷോ കശ്മീർ എന്ന സംസ്ഥാനത്ത് വിനോദസഞ്ചാരം വർദ്ധിച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഫാഷൻ ഷോ നടത്തപ്പെട്ടത്. ദില്ലിയിലെ പ്രമുഖരായിട്ടുള്ള 2 ഡിസൈനർമാർ, ശിവനും നരേഷും, ഇങ്ങനെ 2 ഡിസൈനർമാരാണ്. ഇവർ രണ്ടുപേരും സംയുക്തമായിട്ടാണ് ഈ പരിപാടി കൊണ്ടുപോകുന്നത്. അവരുടെ ഒരു ഫാഷൻ ഷോയാണ് അവിടെ നടന്നത്. ആ ഫാഷൻ ഷോയ്ക്കെതിരെയാണ് ഇപ്പോൾ ഇസ്ലാമിക മതപുരോഹിതന്മാരുടെ കുരുപൊട്ടിയിരിക്കുന്നത്. ഈ മതപുരോഹിതന്മാർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയും ഇപ്പോൾ ആശങ്ക അറിയിച്ചിരിക്കുകയാണ്. അവർ പ്രധാനമായിട്ടും BJP ആണ് ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ BJP ഇതിൽ തിരിച്ചടിച്ചിട്ടുണ്ട്. അവിടെ ഫാഷൻ ഷോ നടന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇവിടെ ഭരിക്കുന്നത് ഒമർ അബ്ദുള്ളയുടെ സർക്കാരാണ്. മാത്രമല്ല ഒമർ അബ്ദുള്ളയുടെ ബന്ധുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഹോട്ടലിലാണ് ഈ ഫാഷൻ പരിപാടി നടന്നിരിക്കുന്നത് എന്നും BJP തിരിച്ചടിച്ചിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പ്രതിരോധത്തിലായിട്ടുണ്ട്. മുഖ്യമന്ത്രി പറയുന്നത് ഒരു സ്വകാര്യ പരിപാടിയാണ്, തൻ്റെ അനുമതി അതിനാവശ്യമില്ല എന്നാണ്. എന്തായാലും കശ്മീരിൽ തീവ്രവാദം മാത്രമല്ല മറ്റു പല പരിപാടികളും നടക്കും എന്ന് തെളിയിച്ചിരിക്കുകയാണ്. റംസാൻ കാലമായതിനാൽ ഈ പരിപാടി ആരെയെങ്കിലും മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്ന് സംഘാടകർ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതവരുടെ മാന്യത. പക്ഷേ പഴയ കാലത്തെ പോലെ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഇസ്ലാമികമായത് മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. റംസാൻ കാലത്ത് ഫാഷൻ ഷോ നടക്കാൻ പാടില്ല, റംസാൻ കാലത്ത് ആരും ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നിങ്ങനെയൊക്കെയുള്ള തിട്ടൂരവുമായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇനി കശ്മീരിൽ അത് നടക്കാൻ പോകുന്ന കാലമല്ല. കാരണം റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് അതിൻ്റെ എല്ലാ ഭയഭക്തി ബഹുമാനങ്ങളോടും കൂടിയും അതനുഷ്ഠിക്കാം. അതല്ല മറിച്ച് അതിൽ വിശ്വാസമില്ല, മറ്റ് പല മതങ്ങളിലാണ് വിശ്വാസം, ആ ആഘോഷങ്ങൾ നടത്താം. ഫാഷൻ ഷോ പോലെയുള്ള എൻ്റർടൈൻമെൻറ്റ് പരിപാടികളാണോ അത് നടത്താം. അത് അവരവരുടെ മൗലിക അവകാശമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ ആ അവകാശം കശ്മീരിലും പ്രയോഗിക്കപ്പെടും എന്ന് ഇസ്ലാമിക മതമൗലികവാദികൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഫാഷൻ ഷോ കൊണ്ട് ഉള്ള ഒരു പ്രയോജനം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് കേരളത്തിൽ നിന്നുള്ളതാണ്. അതായത് ഇടുക്കിയിൽ ഒരു റിസോർട്ട്, ആ റിസോർട്ട് അനധികൃതമായി സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിക്കുന്നു. ഒരു കുന്ന് മുഴുവൻ കയ്യേറി ഒരു റിസോർട്ട് പണിതിരിക്കുകയാണ്. ആ റിസോർട്ട് അത് സർക്കാർ ഭൂമിയാണ് എന്ന് കണ്ടെത്തുന്നു. അത് പൊളിക്കാനുള്ള അല്ലെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റാനുള്ള പല തീരുമാനങ്ങളും വരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് ഒരു കാരണവശാലും ആ റിസോർട്ട് പൊളിക്കരുത് എന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കവുമായിട്ട് അവിടുത്തെ റിസോർട്ടിൻ്റെ മുതലാളിയായ സജിത്ത് ജോസഫ് രംഗത്ത് വരികയും ചെയ്യുന്നു. ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. കേരളം അറിയപ്പെടുന്ന ഒരു പാസ്റ്ററാണ് ഈ സജിത്ത് ജോസഫ്. അതായത് ഈ പെന്തക്കോസ്തിൻ്റേതായ ചില കൂട്ടായ്മകളിലൊക്കെ പങ്കെടുത്ത് അത്ഭുത രോഗവിമുക്തിയൊക്കെ നേടിക്കൊടുക്കുന്ന, അതായത് ഇയാളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ വന്ധ്യത അനുഭവിക്കുന്ന അല്ലെങ്കിൽ വന്ധ്യതയ്ക്കായി ചികിത്സയിലുള്ള സ്ത്രീകളൊക്കെ ഇങ്ങനെ പ്രസവിക്കുന്നു. മാത്രമല്ല മാറാരോഗം, വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന മാറാരോഗങ്ങളൊക്കെ ഇയാൾ മാറ്റിക്കൊടുക്കുന്നു എന്നിങ്ങനെയൊക്കെയുള്ള വലിയ പ്രചരണം നടത്തുന്ന സജിത്ത് ജോസഫാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില ഗിമ്മിക്കുകളൊക്കെ കാട്ടിക്കൊണ്ട് വിദേശ
വിദേശത്ത് നിന്നുള്ള പണം ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ റിസോർട്ട് പണിതിരിക്കുന്നു. അത് സർക്കാർ ഭൂമി കയ്യേറിയിരിക്കുന്നു. ആ കയ്യേറിയ ഭൂമി ഒഴിയാൻ പറഞ്ഞപ്പോൾ ഇയാൾ ചെയ്തത് അവിടെ ഒരു കുരിശ് പണിയുകയാണ്. ആ കുരിശാണ് ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ ഇന്ന് നീക്കം ചെയ്തിരിക്കുന്നു. ഇങ്ങനെ കുരിശ് കൃഷിക്കെതിരെ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് തന്നെ പല പ്രതിഷേധങ്ങളും ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് അതിൽ ഗീവർഗീസ് മാർ കൂറിലോസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് ശ്രദ്ധേയമാവുകയാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കേരളത്തിൽ വീണ്ടും കുരിശ് കൃഷി വ്യാപകമാകുന്നു. നീതിയുടെ ചിഹ്നമായ ക്രിസ്തുവിൻ്റെ കുരിശ് ദുരുപയോഗം ചെയ്ത് ഭൂമി കയ്യേറ്റം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ അധികാരികൾ ആർജവം കാണിക്കണം. യേശുക്രിസ്തുവിൻ്റെ കുരിശിനെ അവഹേളിക്കുന്ന ഇത്തരം കുരിശുകൾ മുളയിലെ തകർക്കാൻ ഭരണകൂടം മടിക്കരുത്. മുമ്പ് പറഞ്ഞത് ഇവിടെ ആവർത്തിക്കുന്നു. ഭൂമി കയ്യേറാനുള്ളതല്ല, കൃഷി ചെയ്യാനുള്ളതാണ്. കുരിശ് കൃഷിയല്ല, ജൈവ കൃഷിയാണ് വേണ്ടത് എന്നാണ് മറ്റൊരു ക്രിസ്ത്യൻ മത പുരോഹിതൻ തന്നെ ഇപ്പോൾ പാസ്റ്ററായ സജിത് ജോസഫിനെതിരെ രംഗത്ത് വരുന്നതുമാണ് നമ്മൾ കാണുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.